പണം, അതാണ് ജീവിതത്തിൻ്റെ ജീവശ്വാസം. ജീവൻ നിലനിർത്തണമെങ്കിൽ ശ്വാസം അത്യാവശ്യമെന്ന പോലെ ജീവിതം നിലനിർത്തണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ്. പണം, അതാണ് നിങ്ങളുടെ ശക്തി. ദാറ്റ് ഈസ് യുവർ പവർ, ദാറ്റ് ഈസ് യുവർ സെക്യൂരിറ്റി. ഇപ്പോഴുള്ള നിങ്ങളെ 10,000ങ്ങളുടെ ദൈവമാക്കാനുള്ള ശക്തി പണത്തിനുണ്ട്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, പണമല്ല ഇമ്പോർട്ടൻ്റ് എന്ന്. യെസ്, മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഫോർ എവറിത്തിങ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ പലതും നേടണമെങ്കിൽ ദ ഓൺലി ഇമ്പോർട്ടൻ്റ് വൺ, ദാറ്റ് ഈസ് മണി. ഹോസ്പിറ്റലിൻ്റെ വരാന്തരങ്ങളിൽ പ്രിയപ്പെട്ടവൻ്റെ ജീവന് വേണ്ടി പണത്തിനായി യാചിക്കുന്നവനറിയാം വാട്ട് ഈസ് ദ പവർ ഓഫ് മണി. എന്താണ് പണത്തിൻ്റെ ശക്തിയെന്ന്. ഒരു ജീവിയെ ജീവിപ്പിക്കണോ അതോ മരിപ്പിക്കണോ എന്ന് പണത്തിന് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ പണത്തിൻ്റെ ശക്തി നമുക്കിവിടെ മനസ്സിലാക്കാം. പുരാതന കാലഘട്ടത്തിൽ കൈമാറ്റ സമ്പ്രദായത്തിൽ സഞ്ചാരം തുടങ്ങി ഇന്ന് കറൻസിയും കടന്ന് ഡിജിറ്റൽ പണത്തിൻ്റെ കാലഘട്ടത്തിൽ നാം കാലുവെച്ചിരിക്കുന്നു. വ്യാപാരവർധനവും സ്ഥിരമായ മൂല്യവും സംഭരണ സൗകര്യവും പണത്തിന് വസ്തു കൈമാറ്റത്തേക്കാൾ കൂടുതലായതുകൊണ്ട് 6ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം DC 500-540 കാലഘട്ടം മുതൽ ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇത് വിദൂര സ്ഥലങ്ങളുമായി വ്യാപാരം നടത്താൻ സഹായിക്കുകയും സമ്പത്ത് വ്യവസ്ഥയുടെ വികാസത്തിന് ഒരു നട്ടെല്ല് തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ പണത്തിൻ്റെ വരവ് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുക മാത്രമല്ല, സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അസമത്വവും വർദ്ധിച്ചു. പണം മനുഷ്യൻ്റെ ചിന്തകളിൽ പല പരിണാമങ്ങളും സൃഷ്ടിച്ചു തുടങ്ങി. പണത്തിൻ്റെ ദൗർലഭ്യം അവരെ മാനസികമായും ശാരീരികമായും വേട്ടയാടാൻ ആരംഭിച്ചപ്പോൾ they began to devote their lives to money. ജീവിതം തന്നെ അവർ പണത്തിനായി സമർപ്പിക്കാൻ ആരംഭിച്ചു. പണമുണ്ടാക്കാനുള്ള തിരക്കിനിടയിലായിരിക്കും അവർ പലപ്പോഴും അവരുടെ രോഗത്തെക്കുറിച്ചും ആയുസ് തീർന്നു പോയതിനെക്കുറിച്ചും മനസ്സിലാക്കുക. നാം കുഞ്ഞായപ്പോൾ ഈ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ നമുക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറയാറുള്ള ഒരു വാക്കായിരുന്നു I'll be rich, ഞാനൊരു പണക്കാരനാവുമെന്നത്. ചെറുപ്പത്തിൽ പലരും പല ലക്ഷറി കാറുകൾ വാങ്ങുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു. ഡോക്ടറാവും, പട്ടാളമാവും, പൈലറ്റാവും എന്നൊക്കെ നിരന്തരം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ചെറുപ്പകാലം മുതൽക്കേ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ കാരണം കുഞ്ഞായപ്പോൾ തന്നെ നാം ഈ സമൂഹത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നം കാണുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അറിയാമായിരുന്നു, ഞാനൊരു പണക്കാരനായാൽ എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും, ആളുകൾ എൻ്റെ കുടുംബത്തെ പരിഗണിക്കാൻ തുടങ്ങും, ഞങ്ങളെ പരിഹസിക്കുന്ന പല ആളുകളും ഞങ്ങളുടെ മിത്രങ്ങളായി മാറുമെന്നൊക്കെ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോർ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആളുകളുടെ പരിഗണനാ ലിസ്റ്റിൽ ഇടം നേടണമെങ്കിൽ ഫണ്ട് എ ഗുഡ് ജോബ് ആൻഡ് മോർ മണി. അതില്ലെങ്കിൽ ഒരു പുല്ലുവില പോലും ലഭിക്കില്ല എന്ന് ആ കുഞ്ഞിന് പോലും അറിയാമായിരുന്നു. ജീവിക്കാനുള്ള പണത്തിന് പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ആശ്രയിക്കേണ്ടി വരുന്ന കാലം മുതൽ അവരുടെ ഭരണത്തിന് കീഴിലായിരിക്കും പിന്നീട് നിങ്ങളുടെ ജീവിതം. ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ പോലും കെട്ടുറപ്പോടെ സൂക്ഷിക്കുന്നത് പണമാണെന്ന് പറയാം. പക്ഷെ ഒരു പണക്കാരനായെന്ന് വിചാരിച്ച് നാം യഥാർത്ഥ സന്തോഷവാനാവുന്നുമില്ല. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മെ സന്തോഷവാനാക്കുന്നത്. പണത്തിന് വാങ്ങാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം യഥാർത്ഥ സ്നേഹം മാത്രമാണ്. പക്ഷേ ഹ്യൂമൻ ബിഹേവിയർ ഈസ് എവർ ചേഞ്ച്. പണമില്ലാത്ത കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ കലഹങ്ങൾക്കും പരാതികൾക്കും ഇടയിൽ സ്നേഹം അസാധ്യമായി വരാറുണ്ട്. യഥാർത്ഥ സ്നേഹം എപ്പോഴും നിലനിൽക്കുമെന്നത് ഊഹങ്ങളിൽ മാത്രം. പണമില്ലാത്തവർക്ക് മാത്രം മുദ്രകുത്തപ്പെട്ട ഒരു പേരാണ് ലോ ക്ലാസ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരായാണ് ഇവരെ കണക്കാക്കുന്നത്. റൊണാൾഡ് റേ പൊള്ളാക്ക് ലോ ക്ലാസിനെ കുറിച്ച് പറയുന്നത്, ചില ആളുകൾ ജനിച്ചത് അവരെ അടക്കം ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ്. അവരെ ഒരു അടിമകളെ പോലെയാണ് സമൂഹത്തിലെ ഉയർന്ന തരക്കാർ കാണുന്നത്. പലപ്പോഴും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രഷർ കാരണം കിട്ടുന്ന ജോലികളിലേക്ക് ഇറങ്ങിപ്പോവേണ്ടി വരുന്നു. ഒരുപക്ഷെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പല കൂട്ടുകാരും ഇതുപോലെ പണത്തിൻ്റെ പേരിൽ ഒരുപാട് കണ്ണീർ ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഉറക്കം കളഞ്ഞ ചില രാത്രികൾ നിങ്ങൾക്കുണ്ടായി എന്നിരിക്കാം. വയസ്സാവുന്ന മുമ്പേ പഠനം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലികളിലേക്ക് നിങ്ങളുടെ ജീവിതം ഒഴുക്കി വിടേണ്ടി വന്നിരിക്കാം. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൂട്ടുകാരെ, ലോകം അങ്ങനെയാണ്. എവ്രിവൺ ഈസ് റണ്ണിങ് ഫോർ മണി. എല്ലാവരും പണത്തിൻ്റെയും പണമുള്ളവരുടെയും പുറകിലാണ് ഓടുന്നത്. അവർക്കെല്ലാം ദുഃഖത്തിലേറെ സന്തോഷത്തോട് കൂട്ടുകൂടാനാണ് ഇഷ്ടം. ഓട്ടത്തിനിടയിൽ പലരും നമ്മെ ചവിട്ടി താത്താം. പക്ഷേ ഇതൊന്നും നമ്മുടെ കൺട്രോളിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. നാം പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പണവും പ്രശസ്തിയും നൽകുന്നത്. 1954 ആഫ്രിക്കയിലെ മിസിസിപ്പി എന്നൊരു പട്ടണത്തിലെ നീഗ്രോ കുടുംബത്തിൽ ഒപ്ര വിൻഫ്രി എന്നൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വേർപിരിയലിനു ശേഷമാണ് അവൾ ജനിക്കുന്നത്. അന്നത്തെ കാലത്ത് സാധാരണ അല്ലാത്തൊരു കാര്യമായിരുന്നു ഡിവോഴ്സ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എൻ്റെ അച്ഛൻ
ആരാണെന്ന് പോലും ആ കുഞ്ഞിന് അറിയുമായിരുന്നില്ല. അന്നത്തെ കാലത്ത് അവിടെയുള്ള ആളുകൾ വെള്ളക്കാരുടെ ഭരണത്തിലായതുകൊണ്ട് തന്നെ പ്രധാനമായും വെള്ളക്കാരുടെ വീട്ടിലെ അടിമകളായിരുന്നു അവിടെയുള്ള സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവളുടെ മാതാവിന് ഒപ്രയെ നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഒപ്രയെ അവളുടെ അമ്മൂമ്മയാണ് നോക്കിയിരുന്നത്. ദരിദ്രത്തിന്റെ കൊടുമുടിയിൽ അകപ്പെട്ട ഒപ്ര തന്റെ ശരീരം മറച്ചിരുന്നത് ഉരുളക്കിഴങ്ങിന്റെ ചാക്കുകൊണ്ടായിരുന്നു. തന്റെ അമ്മൂമ്മ തന്റെ കുഞ്ഞു മനസ്സിലേക്ക് കുത്തി നിറച്ചിരുന്നത് നീ വലുതാവുമ്പോൾ സന്മനസ്സുള്ള ഒരു വെള്ളക്കാരുടെ വീട്ടു ജോലിക്കാരിയാവണം എന്നായിരുന്നു. പലപ്പോഴും അമ്മൂമ്മ വസ്ത്രം ഉണക്കുമ്പോൾ അവളോട് നിറപുഞ്ചിരിയോടെ ഇങ്ങനെ പറയുമായിരുന്നു, നീ ഇതെല്ലാം കണ്ടു പഠിക്കുക, നീ ഒരു നല്ല വേലക്കാരി ആവാനുള്ളതാണെന്ന്. എന്നാൽ ആ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞു മനസ്സിൽ ഒപ്ര മന്ത്രിക്കുമായിരുന്നു, നോ, എന്റെ വിധി ഇതായിരിക്കില്ല. അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണമില്ലാത്ത ഒപ്ര ഒരുപാട് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സെക്ഷൽ ഹരാസ്മെന്റും പീഡനങ്ങൾക്കും ഇരയാവുകയാണ്. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ തന്നെ ഒപ്ര ഗർഭിണിയാവുകയാണ്. എന്നാൽ ആ പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് മരണമടയുകയായിരുന്നു. ഒപ്രയെ വിധി വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒപ്രയുടെ ആ കുഞ്ഞു മനസ്സിലെ എരിയുന്ന തീ അണഞ്ഞിട്ടില്ലായിരുന്നു. ഒപ്രയുടെ ദുരന്തപൂർണമായ ജീവിതത്തെ തള്ളി നീക്കി കൊണ്ടുപോകുന്നത് കണ്ട അച്ഛന് വല്ലാണ്ട് കുറ്റബോധം തോന്നുകയാണ്. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി ടെന്നീസി എന്ന പട്ടണത്തിൽ താമസിപ്പിച്ചു. ടെന്നീസി എന്നത് അമേരിക്കയിലെ ഒരു പട്ടണമാണ്. അവിടെ നിന്നാണ് ഒപ്രയുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ അറിവ് ഒപ്രക്ക് ലഭിച്ചത്. ഒപ്രക്ക് എന്നും രാത്രി ഡയറി എഴുതുന്നൊരു ശീലമുണ്ടായിരുന്നു. ഡയറി ഒരു ബന്ധുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ഡയറി വായിച്ച ബന്ധുവിന് അതിൽ നിന്നും ഒപ്രയുടെ കണ്ണീരിന്റെ ഗന്ധം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ആ ഡയറിയിൽ പതിഞ്ഞ മഷികൾ പറയുന്ന കഥകളെല്ലാം ഒപ്രയുടെ ദുരന്തപൂർണമായ ജീവിതത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ആ ബന്ധു ഒപ്രയോട് പറയുകയാണ്, ഒപ്ര, നീ ഇങ്ങനെയല്ല എന്നും രാത്രി നിന്നെക്കുറിച്ച് എഴുതേണ്ടത്. ഡോണ്ട് റൈറ്റ് അബൌട്ട് യുവർ കറന്റ് സിറ്റുവേഷൻ. ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ അല്ല നീ എന്നും ഉറങ്ങുന്ന മുന്നേ ആലോചിക്കേണ്ടത്. റൈറ്റ് അബൌട്ട് യുവർ ബ്ലെസ്സിങ്സ്. ഈ പ്രപഞ്ചം നിനക്ക് കനിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തെഴുതുക. എല്ലാ ദിവസവും നിന്റെ സന്തോഷങ്ങളെക്കുറിച്ച് എഴുതി ശീലിക്കുക. ഉടൻ തന്നെ ആ കുഞ്ഞു ഒപ്ര ചോദിക്കുകയാണ്, എന്റെ ജീവിതം ദുരന്തപൂർണമാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ സന്തോഷങ്ങളെക്കുറിച്ച് എഴുതുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്കിന്ന് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. നിന്നെ നോക്കി ഇന്ന് ആരെങ്കിലും പുഞ്ചിരിച്ചിട്ടുണ്ടാവുമല്ലോ. നിന്നോട് നിന്റെ വളർത്തുനായെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. നിനക്ക് ഈ പ്രപഞ്ചം കാണാനും കേൾക്കാനും തൊടാനും സാധിക്കുന്നുണ്ടല്ലോ. നിനക്കതിനെക്കുറിച്ച് എഴുതാമല്ലോ. ദരിദ്രത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഉയരങ്ങൾ കീഴടക്കാനായി ഒപ്രക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു അറിവ് ഇതായിരുന്നു. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളല്ല നമ്മെ നമ്മളാക്കി തീർക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വേറെ നിങ്ങളുണ്ട്. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ. ആ നിങ്ങളെക്കുറിച്ചാവണം നിങ്ങൾ എഴുതേണ്ടത്. ആ നിങ്ങളെക്കുറിച്ചാവണം നിങ്ങൾ ഓർക്കേണ്ടത്. അങ്ങനെ ഒപ്ര സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ആ ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ദുരന്തപൂർണമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒപ്ര തന്റെ സന്തോഷങ്ങളെയും അനുഗ്രഹങ്ങളെയും ആഗ്രഹങ്ങളെയും എണ്ണി എണ്ണി എഴുതാൻ തുടങ്ങുകയാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷനിലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന ഒരു പ്രാക്ടീസാണ്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിധിക്കപ്പെട്ട ഒപ്രയുടെ ജീവിതം മാറ്റിയ ഈ പ്രാക്ടീസ് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. എൻ്റെ ഈ സാഹചര്യം കൊണ്ട് എനിക്കൊന്നും ആയി തീരാൻ കഴിയില്ല എന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒപ്രയുടെ ഡയറിയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. അധ്യായത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഐ ആം നൗ ദ ഹോൾഡർ ഓഫ് ദ ടൈറ്റിൽ ഓഫ് മിസ് ബ്ലാക്ക് ടെന്നീസി. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. നൗ ഐ ആം ദ ക്യൂൻ ഓഫ് ദ ബ്ലാക്ക് പീപ്പിൾ. 1971 കറുത്ത വർഗക്കാരിലെ മിസ് ബ്ലാക്ക് ടെന്നീസി, അതായത് കറുത്ത വർഗക്കാരിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന കിരീടം ഒപ്ര സ്വന്തമാക്കുകയാണ്. ഇത് ഒപ്രയുടെ ജീവിതത്തിന്റെ തന്നെ ഒരു നാഴികക്കല്ലാവുകയായിരുന്നു. ഒപ്രയുടെ ഈ പ്രശസ്തി പല പ്രാദേശിക TV ചാനലുകളിലേക്കും അവതാരിക, ന്യൂസ് റീഡർ എന്നിവയിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. അങ്ങനെ അവളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ലോക പ്രശസ്തനായ സ്റ്റീവൻ സ്പീൽബർഗ് അവളെ അദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ സിനിമ പൂർത്തിയാവുകയാണ്. സിനിമയുടെ പേര് ദ കളർ പർപ്പിൾ എന്നായിരുന്നു. അങ്ങനെ സിനിമ റിലീസ് ചെയ്യുന്നതോടെ അവൾ ലോക പ്രശസ്തരായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. ഓസ്കാർ നോമിനേഷനായി ഒപ്രയെ തിരഞ്ഞെടുത്തു. ഓസ്കാർ നോമിനേഷൻ ലഭിച്ചതോടെ ഒപ്ര ലോക പ്രശസ്തരിൽ ഒരാളായി കിരീടം വെച്ചു. For you, voted by the Board of Governors. പിന്നീട് ഒപ്ര വിൻഫ്രി ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒപ്ര വിൻഫ്രി ഷോ എന്നൊരു TV ചാനൽ ആരംഭിക്കപ്പെടുന്നു. അതിൽ മൈക്കിൾ ജാക്സൺ ഒപ്രയുമായുള്ള ഇന്റർവ്യൂ
ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ബഹുമതിയും ഒപ്ര വിൻഫ്രി ഷോ നേടിയെടുത്തു. 1986 കാണികൾ ഏറെ ഉണ്ടായിരുന്ന ഒപ്ര വിൻഫ്രി ഷോയെ ഒപ്ര വിൻഫ്രി ടാക്ക് ഷോ എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഇതിൽ നിന്നും ഒപ്ര വിൻഫ്രി വർഷാവർഷം ഒരു വൻ തുക സമ്പാദിക്കാൻ ആരംഭിച്ചു. 2011 ഒപ്ര വിൻഫ്രി നെറ്റ്വർക്ക് ചാനൽ എന്ന ഒരു TV ചാനൽ ഒപ്ര സ്വന്തമായി തുടങ്ങി. ഇന്ന് ഒപ്ര വിൻഫ്രിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് $2.8 ബില്യൺ മുകളിലാണ്. ലോക TV അവതാരകരുടെ ഇടയിൽ കിരീടം വെക്കാത്ത ഒരു രാജ്ഞിയാണ് ഒപ്ര വിൻഫ്രി. ദരിദ്രൻ എന്ന് മുദ്ര കുത്തപ്പെട്ട് നിരവധി സെക്ഷൽ ഹരാസ്മെന്റിനിരയായ ഒപ്ര സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയും ആ സ്വപ്നങ്ങളിലേക്ക് ചിറക് വിരിക്കുകയും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കുകയും ചെയ്തു. അമേരിക്കൻ TV ആങ്കർ, ബിഗ്ഗസ്റ്റ് ആക്ടർ, സാമൂഹിക പ്രവർത്തക, മാധ്യമരംഗത്തെ രാജ്ഞി, ആഫ്രോ അമേരിക്കൻ വംശജരിൽ ഏറ്റവും വലിയ ബില്യണർ, ആഫ്രിക്കയിൽ ഏറ്റവും ആദ്യം ധനികയായ യുവതി, ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിംഗ് വുമൺ ഇൻ ദ വേൾഡ് എന്നീ ബഹുമതികളെല്ലാം ഒപ്രയുടെ സ്വന്തം കിരീടമാക്കി മാറ്റി ഒപ്ര. കൂട്ടുകാരെ, നിറം കൊണ്ടോ ശാരീരിക ഘടന കൊണ്ടോ സാഹചര്യം കൊണ്ടോ അല്ല ഒപ്ര ഈ ഉയരങ്ങൾ കീഴടക്കിയത്. ഷീ ഹാഡ് എ ഡ്രീം. ഒപ്രയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിനു വേണ്ടിയുള്ള യാത്രയായിരുന്നു ഒപ്രയുടെ ജീവിതത്തിന്റെ നായികക്കല്ലിന് രൂപം നൽകിയത്. ഏറ്റവും പാവപ്പെട്ട ദരിദ്രരായ കുടുംബത്തിൽ നിന്നും ജനിച്ച ഒപ്ര സാഹചര്യങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ലായിരുന്നു. ഒപ്ര ആ സാഹചര്യങ്ങളെ അല്ല വിശ്വസിച്ചിരുന്നത്. ഒപ്രയുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നത്തെയായിരുന്നു ഒപ്ര വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, എൻ്റെ രൂപം ഇങ്ങനെയാണ്, എൻ്റെ കളർ ഇതാണ്, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇങ്ങനെയാണ്. നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളാവാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെയാണ് മാറ്റേണ്ടത്. നിങ്ങൾ മറ്റൊരാളുടെ കഥയല്ല നിങ്ങളുടെ ബുക്കിൽ എഴുതേണ്ടത്. നിങ്ങളുടെ കഥയാണ് നിങ്ങൾ രചിക്കേണ്ടത്. നിങ്ങളായിട്ട് കഥ രചിക്കാൻ പഠിക്കുക. ഒപ്ര പലപ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. If we have an attitude of gratitude, we will be blessed with abundance by the universe. നമുക്കൊരു കൃതജ്ഞത മനോഭാവമുണ്ടെങ്കിൽ പ്രപഞ്ചം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ എന്തുണ്ട് എന്നതിലല്ല, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള തൻ്റേടമുണ്ടോ? എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുക. കാലമാണ് സാക്ഷി, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ചെറിയ കുട്ടിയായപ്പോൾ ഒപ്ര വിൻഫ്രി പച്ചക്കറി ചാക്കുകൊണ്ട് തുന്നിയ വസ്ത്രം ധരിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. അന്ന് കുട്ടികൾ അവളെ മാനസികമായി വളരെയധികം പേടിപ്പിച്ചു. എങ്കിലും ഇന്നത്തെ ഒപ്രയുടെ സാമ്രാജ്യത്തിന്റെ ഒരു തരി പോലും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. കട്ട് യുവർ നെഗറ്റീവ് പീപ്പിൾ, ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, വാട്ട് എവർ. നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സഹവസിക്കുക. അവരാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഉണ്ടാവില്ല, ബട്ട് യു ഹാവ് എ ലൈഫ്. പക്ഷെ നിങ്ങൾക്കൊരു ജീവനുണ്ട്. ഒപ്ര സ്വന്തമായി കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. ഒപ്രയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. തൻ്റെ സങ്കടം പറയാൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. ഇൻവെസ്റ്റ്മെന്റിന് പാരമ്പര്യ സ്വത്തോ വരവുകളോ ഉണ്ടായിരുന്നില്ല. ഓരോ പടി മുകളിലോട്ട് കയറുമ്പോഴും ഒപ്രയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒപ്രയുടെ ധീരത മാത്രമായിരുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മെനി ടൈംസ് യു ഹാവ് ഫെയിൽഡ്. യുവർ സക്സസ് സ്റ്റാർട്ട് ഫ്രം വെയർ യു സ്റ്റിൽ സ്ട്രൈവിംഗ്. നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ടു എന്നതിലല്ല, നിങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ അവിടെ നിന്നാണ് നിങ്ങളുടെ സ്വപ്നവും വിജയവും ആരംഭിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പിന്തിരിയുന്നത് നിങ്ങളുടെ വിജയം കൺമുന്നിൽ കാണാനാവുന്ന സമയത്തായിരിക്കാം. ഒരുപാട് ശക്തിയിൽ മുന്നോട്ട് കുതിക്കണമെങ്കിൽ തിരമാലകൾക്ക് പോലും ഒരുപാട് പുറകിലോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നോർക്കുക. When you give up on your life, never give up on yourself, because there is so much for you to keep on giving. Oprah Winfrey. Please subscribe our channel and don't forget to like, comment and share. Thank you for watching this video, Life Journey.